നാറ്റോ രാജ്യങ്ങൾ അമ്പരപ്പിലാണ്. റഷ്യയുടെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടായേക്കാം. യുക്രൈന് കൂടുതൽ ദീർഘദൂര മിസൈലുകൾ നൽകിയതായാണ് റഷ്യയെ പ്രകോപിപ്പിച്ചത്. റഷ്യയുടെ മുന്നറിയിപ്പ് അവഗണിച്ചാണ് നാറ്റോ രാജ്യങ്ങൾ ആയുധങ്ങൾ നൽകിയത്. റഷ്യയിൽ നാറ്റോ രാജ്യങ്ങൾ നൽകിയ മിസൈൽ യുക്രൈൻ പ്രയോഗിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പാണ് റഷ്യ നൽകിയിരിക്കുന്നത്. ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഉൾപ്പെടെ 42 തന്ത്രപ്രധാന മേഖലകൾ ആക്രമിക്കാൻ റഷ്യ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. റഷ്യയുടെ ഏറ്റവും പുതിയ ഒറഷ്നിക് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ വൻ നശീകരണ ശേഷിയുള്ള ആയുധങ്ങളാണ് റഷ്യ ഈ രാജ്യങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ ഒരുങ്ങുന്നത്. ആണവായുധങ്ങൾ ഉൾപ്പെടെ വഹിക്കാനുള്ള ശേഷി ഒറഷ്നിക് ഹൈപ്പർസോണിക് മിസൈലുകൾക്കുണ്ട്. ഈ മിസൈലിനെ തടയാൻ നിലവിലുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിനും കഴിയില്ല. രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു റഷ്യ ഒറഷ്നിക് മിസൈൽ. റഷ്യ യുക്രൈനിൽ പ്രയോഗിച്ചപ്പോൾ മാത്രമാണ് ലോകം ഈ ആയുധത്തെക്കുറിച്ച് അറിയുന്നത് പോലും. അമേരിക്കയും ബ്രിട്ടനും അനുവദിച്ചതുപോലെ ഫ്രാൻസും റഷ്യക്കെതിരെ ദീർഘദൂര മിസൈൽ പ്രയോഗിക്കാൻ യുക്രൈന് അനുമതി നൽകിയിരുന്നു. ഇതാണ് റഷ്യയെ ചൊടിപ്പിച്ചത്. പിന്നാലെ കടുത്ത തീരുമാനവുമായാണ് റഷ്യ മുന്നോട്ടു പോകുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള നാറ്റോ സഖ്യത്തിലെ രാജ്യങ്ങൾക്കെതിരെ കൃത്യമായ ആക്രമണ പദ്ധതി റഷ്യ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. റഷ്യൻ മാധ്യമം ഒറഷ്നിക് മിസൈൽ പ്രയോഗിക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തുവിട്ടിരിക്കുന്നു. 42 സൈനിക താവളങ്ങളാണ് റഷ്യയുടെ ടാർഗറ്റ്. ഇവയിൽ 6 എണ്ണം ബ്രിട്ടനിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പോളണ്ട്, എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ, റൊമാനിയ, ബൾഗേറിയ, കൊസോവോ, ഫിൻലാൻഡ്, സ്വീഡൻ, ജർമ്മനി, ബെൽജിയം, നെതർലാൻഡ്സ്, ഇറ്റലി, ഗ്രീസ്, സ്പെയിൻ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെയും നാറ്റോ രാജ്യങ്ങളുടെയും സൈനിക താവളങ്ങളും റഷ്യയുടെ പട്ടികയിലുണ്ട്. ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകുമെന്നും അതിനായി റഷ്യ തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയാക്കിയെന്നും മാധ്യമ റിപ്പോർട്ടിൽ പറയുന്നു. ഒരേ സമയം ഈ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. റഷ്യയിലേക്ക് ആയുധങ്ങൾ പ്രയോഗിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ അനുമതി നൽകിയത് യുദ്ധപ്രഖ്യാപനമായാണ് പുടിൻ കരുതുന്നത്. അതിനാലാണ് ആണവായുധ നയത്തിൽ ഉൾപ്പെടെ റഷ്യ മാറ്റം വരുത്തിയത്. അമേരിക്കൻ സഖ്യകക്ഷികളായ ജർമ്മനിയും ഇറ്റലിയും റഷ്യയുമായി സംഘർഷത്തിന് ഇല്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ നാറ്റോ രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളും റഷ്യയുടെ പട്ടികയിലുണ്ട്. ലോകം 3-ാം ലോക മഹായുദ്ധത്തിന്റെ പടിവാതിലിൽ നിൽക്കുകയാണ്. യുദ്ധകാഹളം റഷ്യ മുഴക്കി കഴിഞ്ഞു. 1ഉം 2ഉം മഹായുദ്ധങ്ങൾ പോലെയല്ല. ഇനിയൊരു യുദ്ധമുണ്ടായാൽ ലോകത്തെ തന്നെ ചാരമാക്കാൻ ശേഷിയുള്ള ആയുധങ്ങളുള്ള രാജ്യങ്ങളാണ് ഇരു ചേരികളിലുമായി നിൽക്കുന്നത്. സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യയെപ്പോലെ ഒരു ചേരിയിലും പെടാത്ത രാജ്യങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. യുദ്ധം ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ഈ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം.